ഗോതമ്പ് മാവ് വെച്ചിട്ട് ഇങ്ങനെ ഒരു കൊഴക്കട്ട ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഡു ഇറ്റ് റൈറ്റ് നൗ. സൂപ്പർ കൊഴക്കട്ടയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആർ ഈവനിങ് സ്നാക്സ് എനിത്തിങ് എൽസ്. സൂപ്പർ കൊഴക്കട്ട. ഹലോ, വെൽക്കം ബാക്ക് ടു ഷൂസ് ആൻഡ് മീനൂസ് കോർണർ. അപ്പോൾ ഇന്ന് സൂപ്പറായിട്ട് നമ്മൾ ഒരു ഗോതമ്പ് കൊഴക്കട്ട ചെയ്യാൻ പോകുന്നു. അതിന് വേണ്ടി ഞാൻ റെഡിമെയ്ഡ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡ്രൈ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു പാൻ എടുക്കുക, അതിലിടുക, അപ്പം തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. നോ ഓയിൽ, നോ ഗീ. നല്ല ചൂട് വരണം, നല്ല മണം വരണം. അപ്പോൾ നല്ല ചൂട് വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്താൽ മതി. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് കൈവിടാണ്ട് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഇപ്പം മാവ് നല്ല ചൂടായിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ വേറൊരു പാത്രത്തിൽ ഈ ശർക്കര നമുക്ക് പാനിയെടുക്കാൻ പോകുന്നു. അതുകൊണ്ട് നമ്മൾ ഏത് പാത്രത്തിൽ മാവ് എടുത്തോ ആ പാത്രത്തിൽ തന്നെ നമുക്ക് 1.25 കപ്പ് വെള്ളം എടുക്കാം. നമ്മൾ 1 കപ്പ് മാവിന് 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ശർക്കരയാവുമ്പോൾ നമുക്ക് 1 കപ്പ് ശർക്കര നമുക്കെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ശർക്കര നന്നായിട്ട് കരഞ്ഞു വന്നാൽ മതി. ഇതിന് പദം ഒന്നും ഇല്ല, കൺസിസ്റ്റൻസി ഒന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് കരഞ്ഞാൽ മാത്രം മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട്, നല്ല ഡിസോൾവ് ആയിട്ടുമുണ്ട്. ഇപ്പോൾ ശർക്കരേൻ്റെ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിൽ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. നമ്മൾ ഈ പാത്രത്തിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്കൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫിൽറ്റർ ചെയ്ത ശർക്കര സിറപ്പിനെ ഒന്നുകൂടി നമുക്ക് ബോയിലാവണം. നല്ല തിളപ്പിച്ച് വരുമ്പോൾ ഈ സമയം നമുക്ക് കുറച്ച് 1 സ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ 3 സ്പൂൺ ഗ്രേറ്റ് ചെയ്ത് വെച്ച കോക്കനട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ചായിട്ട് വറുത്ത് വെച്ച ഗോതമ്പ് മാവിനെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കി കൊടുക്കാം. അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ ലംസായി പോവും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് ഇച്ചിരി ടഫായാലും നമുക്ക് ഇതാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ ഇറക്കി വെച്ചിട്ട് നന്നായി ഒന്ന് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. പതുക്കെ ചെറുതായിട്ട് മിക്സാക്കി കൊടുത്താൽ മതി. ഇപ്പം നല്ല മിക്സാക്കിയിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ അടുപ്പിൽ വെച്ച് ഒന്നും കൂടി നന്നായി മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ നല്ല ചുറ്റി നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഈ സമയം നമുക്ക് 3 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് നല്ല ചൂട് മാറിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇതുപോലെ മിക്സാക്കി കൈ കൊണ്ട് നല്ല മിക്സാക്കി കൊടുക്കണം. ഇപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി നമ്മൾ കൈ കൊണ്ട് ഇത് പിടിക്കൊഴക്കട്ട പോലെ ചെയ്ത് വെക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കയ്യിൽ. നന്നായി അപ്പം തന്നെ നമുക്ക് നന്നായിട്ട് പിടിക്കാം, ഈസിയാവും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പിടിക്കൊഴക്കട്ടായിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ റൗണ്ടായിട്ട് വയ്ക്കാം. ഇതിൽ അളവ് തെറ്റിപ്പോയാൽ പിന്നെ കുളവായി പോകും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കിട്ടും. വെള്ളം കൂടിയാൽ കൊള്ളില്ല, വെള്ളം കുറഞ്ഞു പോയാൽ മാവ് വേവില്ല. അതാണ് ഇതിലൊരു പ്രശ്നം. കറക്റ്റ് മെഷർമെൻറ്റിൽ ചെയ്താൽ സൂപ്പറായിട്ട് കിട്ടും. ഇപ്പോൾ എല്ലാ കൊഴക്കട്ടയും നമ്മൾ റെഡിയാക്കി വച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ 5 to 7 മിനിറ്റ് വരെ നമുക്ക് ഒന്ന് വേവിച്ചാൽ മതി. എവിടെയെങ്കിലും മാവ് വെന്തില്ലെങ്കിൽ ഇതിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇത് നല്ല സൂപ്പർ ടേസ്റ്റിലുണ്ടാവും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടും കൂടി നമുക്ക് കഴിക്കാം. വാവ്, കൊഴക്കട്ട സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ആവീസ് കമ്മിങ് ഔട്ട്സൈഡ് ഫ്രം ദ ഇഡ്ഡലി പാത്രം. ടടാൻ, ഗോതമ്പ് കൊഴക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.